5 മണിയായി 5:30 ഇറങ്ങാൻ പോകണം ഇവിടുന്ന് ചിക്കമംഗ്ലൂരിൽ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി യാത്ര ആരംഭിക്കുവാണേ. ഞങ്ങളുടെ ഇന്നത്തെ സാരഥി ഞങ്ങളുടെ ഈ ടൂർ ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത ആളാണ് രവിചന്ദ്രൻ. ഏഴംകുളം സ്വദേശിയാണ്. 3-ാം ദിവസം തുടങ്ങിയാണ്. ലീഡറുണ്ട്, കോ കൺവീനറുണ്ട്. അപ്പോൾ ഒന്ന് തുടങ്ങാം. അപ്പുറത്തെ ബസ്സിൻ്റെ സാരഥികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും രാവിലെ ഉറക്കമാണ്. പഴയ ദിവസം ആൽബിൻ ജോർജും ഋഷിയും നിയ ഫാത്തിമയും ഒക്കെ ചേർന്നൊരുക്കിയ ഇമോഷണൽ ഫോട്ടോ സെഷനും ഇമോഷണൽ മെമ്മറി സെഷനും ശേഷം എല്ലാവരും ഉറങ്ങിയപ്പോൾ വളരെ ലേറ്റായി. രാത്രി 2 മണിയൊക്കെ ആയി. എങ്കിലും രാവിലെ എല്ലാവരും 5:30 തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ ബസ്സിൽ കിടന്നുറങ്ങിയാണ്. രാവിലെ കർണാടക സിറ്റി അല്ല ഏതോ ഒരു ടൗണിലൂടെ അതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചിക്കമംഗ്ലൂർ പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തി. യുഎസോട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റെഡ് വുഡ് മൾട്ടി ക്വിസൈൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഹസൻ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഹസൻ അത് അവിടെയല്ല, അത് ഇവിടെ ഹോട്ടൽ യുണൈറ്റഡ് സ്കൈസ്. ഇറങ്ങി വരുന്നേ ഉള്ളൂ യുഎസ് ബസ്സിൽ നിന്ന്. പോവാം. ഉറങ്ങിയൊക്കെ വരുന്നേ ഉള്ളൂ. ഉറങ്ങി വരുവാ. കഴിക്കാൻ ടീച്ചേഴ്സൊക്കെ കാര്യമൊക്കെ പറയുന്നു. അതെ, വടയും ചായയാണോ? വടയാണോ ഇവിടെ? രാവിലെ ഫുഡ് കഴിക്കുന്ന ടീച്ചേഴ്സ് കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? നല്ല ഫുഡായിരുന്നു. സ്ഥലം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നമ്മുടെ വണ്ടി ഓണറും വണ്ടിഭ്രാന്തനുമായ ഋഷി, അഭിജിത്ത്, ബാക്കിയുള്ളവർ. വണ്ടിയെക്കുറിച്ച് ഭയങ്കര പരാതികളും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ഋഷി. കഴിഞ്ഞ ദിവസം, അതായത് ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ, രാത്രിയിൽ 11:30 ഋഷിയുടെയും ആൽബിൻ ജോർജിൻ്റെയൊക്കെ പ്രോഗ്രാം, ആ ഓർമ്മകളും ഒക്കെ ഉണർത്തുന്ന പ്രോഗ്രാം കഴിഞ്ഞത്. ഇതിനുശേഷം ഇവർ കിടന്നപ്പോൾ വളരെ ലേറ്റായി. രാവിലെ ബസ്സിൽ കിടന്ന് ഋഷി ഉറങ്ങിപ്പോയി. അപ്പോൾ ഋഷിയുടെ മുഖത്ത് കൂട്ടുകാരെല്ലാം കൂടെ ചെന്ന് ചായയൊക്കെ തേച്ച് വളരെ രസകരമായ കലാവിരുതുകൾ നടത്തി. ഇപ്പോൾ ഋഷി ഇതൊന്നും അറിയാതെ എഴുന്നേറ്റ് വന്നപ്പോൾ ഋഷിയുടെ മുഖത്തെ കലാവിരുത് കണ്ടാണ് കൂട്ടുകാരെല്ലാവരും കൂടെ ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചിക്കമംഗ്ലൂർ അപ്പുറത്തെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. ടീച്ചർമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ നോക്കുന്നു. ജയല ടീച്ചറുണ്ട്. അപ്പോൾ ജീപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ജീപ്പ് ഞങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചിക്കമംഗ്ലൂർ എത്തി കേട്ടോ. ജീപ്പുകളൊക്കെ വന്നു. ഡ്രിഫ്റ്റിങ്. പക്ഷേ വണ്ടി പോവാ ട്രക്കിങ്ങിന് പോവാ. യാത്ര തുടങ്ങാൻ പോവാണ്. കുട്ടികളിലേക്ക് കയറി ഇരിപ്പുണ്ട്. ഇവിടെ ഉണ്ട് കുറേ പേര്. എല്ലാരും പോവാണ്. വണ്ടിയുടെ നമ്പറൊക്കെ ഓർത്തോണേ. ഏയ് ഗൈസ്, എല്ലാരും പോവല്ലേ? ട്രിപ്പിംഗ് ആൻഡ് ട്രെക്കിംഗ്. മുള്ളയാങ്കിരി പോവാന്നാണ് രവിയണ്ണൻ പറയുന്നത്. രവിയണ്ണനാണ് ഞങ്ങളെ വണ്ടി ഓടിക്കുന്നത്. അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ മുള്ളയാങ്കിരിയോ? മാണിക്കത്താണ്. നടുക്ക് ജോസ്നയുണ്ടോ?
ഞങ്ങൾ ചിക്കമംഗളൂർ ടൗണിലൂടെ പോവാം. അല്ല, ചിക്കമംഗളൂർ ടൗൺ അല്ല, ഏതോ കേട്ടോ. ചിക്കമംഗളൂർ ടൗൺ അങ്ങോട്ട് അവിടെയാണ്. വണ്ടി വരുന്നുണ്ട്, ഞങ്ങൾ പോകുന്ന വണ്ടി തന്നെയാണ്. മുല്ലയാങ്കരിയിൽ എന്താ പ്രശ്നം? റോഡ് റെഡിയാക്കുന്നുണ്ട്. റോഡില്ല, റോഡ് പാളമായിട്ടുണ്ട്, റെഡിയാക്കുന്നുണ്ട്. പാലമുണ്ട്, റോഡില്ല. പോകണം, സീതാലം പോയെങ്കിൽ 6 കിലോമീറ്റർ നടക്കണം. വേണ്ട വേണ്ട, അങ്ങ് പോണ്ട. അങ്ങോട്ട് പോകണമെങ്കിൽ 6 കിലോമീറ്റർ നടക്കണമെന്ന്. ഇവിടെ പാലമില്ല, അതുകൊണ്ട് പാലമുണ്ട്, റോഡില്ല. ഉണ്ട് വണ്ടിയുടെ കയറി വീഴുന്നില്ല തോന്നുന്നു. ആ വണ്ടിയുടെ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ വണ്ടി മാറാൻ വേണ്ടി ഇരിക്കുകയാണ്. സാറിന്റെ വാക്കിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് പോലീസായി. എല്ലാവരും സാറിനെ നോക്കിക്കോണം. വണ്ടി ഇവിടെ കേടായി കിടക്കുവാണേ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കട നോക്കിയ സ്വീറ്റ്സ്, കർണാടക സ്വീറ്റ്സ്. അപ്പോൾ അവർ വണ്ടി മാറി, പുതിയ വണ്ടിയൊക്കെ കയറി. ബാക്കി ചോദിച്ചു അത് അഭിനയം ഉണ്ടായിട്ടാ. എല്ലാവരും സന്തോഷത്തോടെ പോവാണേ. ഇതിനിടയ്ക്ക് റഷ്യ ഭയങ്കര സീരിയസ് ടോക്സിലാണ്. ആരോടൊക്കെയോ എന്തൊക്കെയോ അങ്ങ് പറയുക. ഫോൺ വിളിക്കുന്നു, ഒരു ഹെഡ്ഫോണും കൈ വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ബിസിയാണ്. എന്തോ ബിസി എന്ന് അറിയത്തില്ല. കർണാടക ഒന്നും ബിസി. നമ്മൾ വേറെ വഴികൂടെ തിരിഞ്ഞ് മലയിലോട്ടാണ് പോകുന്നത്. നമ്മളീ പോകുന്ന മലയുടെ പേരെന്തുവാ? മാണിക്യത്തറ. 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 കണ്ടാറയുടെ കന്നഡ തിരക്കാണ്. അങ്ങനെ എന്തോ ഉത്സവമൊക്കെ പോകുന്നുണ്ട്. ഉത്സവം കർണാടക സൈഡ് ബസ് ബാലെടുക്കൽ ഉടനെ അരയണ്ണ ഉത്സവം. കേരളത്തിലെ ഫെഡറൽ ബാങ്ക് ചിക്കമംഗളൂരുണ്ട്. ഒരു കുഞ്ഞ് ബേബി. ചിക്കമംഗളൂരിൽ എന്തോ റെസിഡൻഷ്യൽ ഏരിയയിലൂടെയൊക്കെയാണ് പോകുന്നത്. എല്ലാം വീടുകളാണ്, നല്ല രസമുള്ള വീടുകളാണ്. എന്തോ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ ഇടവഴി കൂടെ ഒക്കെ വന്നിട്ട് വേറൊരു മെയിൻ റോഡിലോട്ടാണ് കയറുന്നത്. ഒരു റോഡിൽ നിന്ന് വേറൊരു റോഡ് തിരിഞ്ഞു. ഭയങ്കര രസമുള്ള സ്ഥലത്തോട്ട് എത്തി. അതെ അതെ, കിട്ടുന്ന സ്ഥലം, രസമുള്ള സ്ഥലത്തോട്ട്. എല്ലാം വെള്ളം മണ്ടയ്ക്കായിരിക്കും പോകണം. ചിക്കമംഗളൂരിനെയാണ് ലാൻഡ് ഓഫ് കോഫി എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. 1600 കിലോമീറ്ററോളം നീളമുള്ള സഹ്യാദ്രി എന്ന വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ മലഞ്ചെരുവിലാണ് കർണാടകയിൽ ചിക്കമംഗളൂർ സ്ഥിതി ചെയ്യുന്നത്. സഹ്യാദ്രിയുടെ ഭാഗമായതിനാൽ അനേകം കൊടുമുടികളുള്ള സ്ഥലമാണ് ചിക്കമംഗളൂർ. അതിൽ മുല്യാനഗിരി എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ മുല്യാനഗിരി എത്തുമെന്ന് എനിക്കറിയില്ല. മാണിക്യധാര എന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്നാണ് ഈ ജീപ്പിൻ്റെ ഡ്രൈവറായ രവിയണ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 600 വാഹനങ്ങൾ മാത്രമേ ഇവിടേക്ക് കടത്തി വിടുകയുള്ളൂ എന്നാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവറായ രവിയണ്ണൻ പറഞ്ഞത്. മാത്രമല്ല, ഓൺലൈനായി ബുക്ക് ചെയ്യണമെന്നും 21 സീറ്റിന് മുകളിലേക്കുള്ള ബസ്സുകൾ കടത്തി വിടില്ല എന്നുമൊക്കെയാണ് രവിയണ്ണൻ നമ്മളോട് പറഞ്ഞത്. മാണിക്യധാര അങ്ങോട്ടെത്തി. മാണിക്യധാര പിന്നെയും കയറുക. പിന്നെ പോകുന്ന അങ്ങോട്ടാണ് തോന്നുന്നു പോകുന്നത്. ആണോ? ഇതാദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണോ? ഇവിടം വരെ എത്തി. ഇവിടെ ഇല്ല, മുന്നിന് പോയി പോവാം. ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ എത്തി. സൈസിങ്. നമ്മളിപ്പോൾ ചിക്കമംഗളൂർ മലയുടെ മുകളിൽ വന്നു. തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് മലയുടെ മുഖത്ത് കയറി. കുറേ പേരൊക്കെ മേപ്പോട്ട് പോകുന്നുണ്ട്.
അവനോട് തന്നെ ചോദിക്കാം അവനെക്കുറിച്ച് അഭിപ്രായം എന്താണ്. ഇന്ന് ഞാൻ പറയത്തില്ല, സ്വന്തം സ്റ്റുഡൻറ്റിനെ ആക്ഷേപിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെ. ഒരു അധ്യാപകന് ചേർന്ന പണിയല്ല അദ്ദേഹം കാണിച്ച്. Oh God! You again? വീണ്ടും നിങ്ങളോ? സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ എൻ്റെ പ്രിയപ്പെട്ട ഋഷിയുണ്ട്, പ്രിയപ്പെട്ട അമർനാഥുണ്ട്, പ്രിയപ്പെട്ട ഞങ്ങൾ ലോസ്റ്റായി കേട്ടോ. ഞങ്ങൾ റോഡ് വഴിയില്ല, മുമ്പോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ പുറയിലും ആൾക്കാരില്ല, അത് ദൂരെയാണ്. We are lost in the vastness of the world. We are lost. Praise the Lord. Just come forward. വാ പോരെ. ഋഷി, നമ്മൾ എങ്ങനെയോ റോഡിന്റെ അറ്റത്തെത്തി. എങ്ങനെയൊക്കെയോ. What are you collecting? ഞങ്ങളിങ്ങനെ ലോസ്റ്റായി വരുമ്പോൾ ഞങ്ങളുടെ പുറയിൽ ഒരു ആത്മാവ് അങ്ങ് അകലേന്ന് വരുന്നു. ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. ഇത് ഋഷി ഈ മണൽച്ചെരുവിൽ നിന്ന് കളക്ട് ചെയ്യുക ഒരു പഞ്ച് തന്നെ പറയണ്ടേ, അങ്ങനെ അവനെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഇറ്റ്സ് സോ ക്യൂട്ട്, ഇസ്ന്റ് ഇറ്റ്? കൊള്ളാം. പണമൊന്നുമില്ല എങ്കിലും കൊള്ളാം. ഇനി നമ്മളിത് 50 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരികെ ചോറുണ്ണാൻ പോവാണേ. ഫിസിക്സ് ഇപ്പോഴേ ഫിസിക്സ് പഠിക്കുന്ന ഋഷിയുണ്ട്, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് എല്ലാവരെയും കാര്യമൊക്കെ പറഞ്ഞ് ഇത് കുടിക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞ് ജോസ്നയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ടീച്ചർ ഫ്രണ്ടിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ടീച്ചർ മുല്യാൻഗിരിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഞങ്ങളൊരു മാൻമെയ്ഡായിട്ടുള്ളൊരു വാട്ടർഫാൾസിനടുത്ത് നിന്ന് കയറിയായിരുന്നു. ഹൊന്നമന്നഹല്ല വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫാൾസ് പോലെയാണ്. സ്റ്റെപ്പുകൾ കയറി കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ കല്ലുകളിലൂടെ താഴേക്ക് വരുന്ന ഒരു അരുവി പോലെ, വെള്ളച്ചാട്ടം പോലെ കാണാം. ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് കയറി. വേറെ കർണാടകക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങ് മുകളിലും കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇതിൻ്റെ അധികൃതർ, അതായത് ഈ ഫോറസ്റ്റുകാരല്ല, അവർ വെച്ചിരിക്കുന്ന ഗൈഡുകൾ പിറകെ വന്നിട്ട് അവരോട്ട് കയറിയവരെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, അനുവാദം വേണം. അത് താഴെ കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കന്നഡ വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ടൂർ ഓപ്പറേറ്റർ അഭിജിത്തേട്ടൻ വന്നു. ഇത് അവർക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയുള്ള പരിപാടി എന്നൊക്കെ മനസ്സിലായി. എന്തായാലും അഭിജിത്തേട്ടൻ വന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ആസിനൊക്കെ ഉള്ള വണ്ടിയാണ്, ചിലപ്പിച്ച് നിർത്തിയേക്കുക. മത്സരമാണ്, അവരെ കയറ്റി വിടത്തില്ല.
ശൈലജയ്ക്കാണ്. ഇനിയും വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യാത്ര കേവലം മണിക്കൂർ जिनकी अम्माडिये तू कावड़ी चल मचा मचा हर हर हरा अकिल पुकिल कुरव कुडल तंदन तनं पाटी वा पटक तुड़न पटह बड़ पिनत्त कुളിരേറും നെയ്യുലച്ചു മൊളികണ്ണാലം വെയ്തും നിക്ക पर जा रे जमा विश्वना विश्वना पर जा रे ओ मुन्नी रे कैसे नाड़ी से पाला हां पटक तुड़न पटक मटच पांडिय पटकेरी वा അടട മീശ കൗണ്ടരേ മുരശി മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ आजा इधर
Salgo para la carretera, la gente a mí me pregunta y yo le digo que yo soy Mariana, la 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 Mariana. Bing bing boom. Only smoke, no songs. അവിടെ പറ്റിയില്ലേ പോയില്ലയോ അവിടെ ഇറങ്ങിട്ടോ അപ്പൊ പോകണ്ടായിരുന്നു. അപ്പൊ പുരിയില്ലേ ഇപ്പൊ പുരിയത്. അപ്പോൾ ഇനി മടക്കയാത്രയാണ്. ഞങ്ങൾ നേരെ വയനാട്ടിലോട്ടാണ് പോകുന്നത്. തിരിച്ച് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ. വയനാട് എന്നിട്ട് നമുക്കിനി ഡിന്നറുള്ളൂ.
Got me looking proper every single time. Fresh paint, getting faded in that top green. If you ain't rocking out of line, smoking when we up. അപ്പോൾ ഞങ്ങളുടെ മറ്റേ വണ്ടി യുവേഴ്സ് ഇവിടെ ഞങ്ങളുടെ പുറയിലുണ്ട്. ചെക്ക് പോസ്റ്റ് പോലീസുണ്ട്. ഡ്രൈവർ മാമനുണ്ട്. സാറിന് 1000 രൂപ എടുത്തോണ്ട് പോയിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ സംഭാവനകൾ മണ്ണടി അഭിനോദം നൽകി വെടിക്കെട്ടിനെ വിജയിപ്പിക്കണമേ എന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു. അമേശ്വരണം. നിങ്ങളുടെ സംഭാവനകൾ കൂടുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. സംഭാവനകൾ പെരുകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നതാണ്. ഹലോ, ഉത്സവ കമ്മിറ്റി. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഉത്സവ കമ്മിറ്റി ചെയർമാനായ ജോയൽ ജോസഫ് അനിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിഴക്ക് വശത്ത് എത്തിച്ചേരുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്. ഉത്സവ കമ്മിറ്റി ചെയർമാൻ ജോയൽ ജോസഫ് അനിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിന്നമ്പുറത്ത് എത്തിച്ചേരേണ്ടതാണ്. ചായയും ഇവിടെ ഇവിടെ സജ്ജമാണ്. കാക്കൊത്തെ കടലിലിട്ടു മുങ്ങാ പിള്ളേര് കുട്ടി എടുത്തു കക്കാ പിള്ളേര് തട്ടിയെടുത്തു പിന്നെ താരകൾ പുഞ്ചിരി തൂകി മറ്റേ പൈലുകളും കുയിലുകളും സ്തുതികൾ പാടുന്നു.
സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ അതെ അതെ. പുൽക്കുടിലറിയാവോ? പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ. അങ്ങനെ ഞങ്ങൾ രാത്രി 11:30 കൂടി കേരള ബോർഡർ കടന്ന് മാനന്തവാടി എന്ന സ്ഥലത്തെത്തി. ഇവിടെ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം ഞാൻ ഉറങ്ങാനുള്ള സമയമായി. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ നമ്മൾ തിരികെ സ്കൂളിലെത്തും. നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.